വയൽനാട്. വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയൽനാടിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മണ്ണിൽ വേരൂന്നിയ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച കർഷകയാണ് ആറാട്ടുതറയിലെ പ്രവീണ കള്ളറപ്പായി. 10 ഏക്കറോളം വരുന്ന നെൽവയലുകളിൽ 9 വർഷത്തോളമായി വിജയകരമായി കൃഷിയിറക്കുന്ന പ്രവീണ, കൃഷി എന്നത് പുരുഷാധിപത്യമുള്ള മേഖലയെന്ന പൊതുബോധത്തെയാണ് തിരുത്തിക്കുറിച്ചത്. അച്ഛന്റെ പാത പിന്തുടർന്ന് കാർഷിക രംഗത്തേക്കെത്തിയ പ്രവീണ താൻ നേരിട്ട വെല്ലുവിളികളെയും തിരിച്ചടികളെയും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന വിജയത്തിലെത്തി നിൽക്കുന്നത്. കാർഷിക രംഗത്തെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും ഈ രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും കേൾക്കാം ഇന്നത്തെ അധ്യായത്തിൽ. ഇപ്പോൾ ജൈവ കൃഷി രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് പറയാം? ഞാൻ ഇപ്പം പുഞ്ച ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല പാടത്ത്. അപ്പം നഞ്ച ചെയ്ത ഉടനെ തന്നെ ധാന്യങ്ങൾ ഇടും. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ 3 തരം പയർ ഇടും. പിന്നെ അതുപോലെ മുതിര, ഉഴുന്ന്, എള്ള് ഇതെല്ലാം പാടത്ത് വിതയ്ക്കും. ആ സമയം അത് കൊയ്തെടുത്ത ഉടനെ തന്നെ പൂട്ടി അപ്പം തന്നെ ഇതിടും. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിവളം. അതായത് പിന്നത്തെ കൃഷിക്കുള്ള നഞ്ച ചെയ്യുന്ന സമയത്തുള്ള അടിവളമായിട്ട് അതാണ് പ്രത്യേകിച്ച് വരുന്നത്. പിന്നെ ഫസ്റ്റ് പൂട്ടലിൻ്റെ കൂടെ തന്നെ ചാണകം അടിവളമായിട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ ജീവാമൃതം, ട്രൈക്കോഡർമ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യൽ. ഈ കൃഷിഭവനുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ സപ്പോർട്ടോ ഒക്കെ ലഭിക്കാറുണ്ടോ? നമ്മുടെ മാനന്തവാടി കൃഷിഭവന്റെ അവസ്ഥ വളരെ ദയനീയമാണല്ലോ. അത് ഒരു കൃഷി ഓഫീസറോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഒരു ആളില്ലാത്തൊരവസ്ഥയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പം ബൈജു സാറാണെങ്കിലും പിന്നെ അതേപോലെ ഇപ്പോൾ റേജ് സാറാണെങ്കിലും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് എന്ത് വേണം, എന്തൊക്കെ രീതിയിലുള്ള നമുക്ക് എന്തൊക്കെ അവിടെ പരാതികളുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അവരെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല മാറ്റം, പുതിയ ആളുകൾ വരുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. കൃഷി ഓഫീസർ ഇല്ല എന്നുള്ളത് നമുക്ക് വലിയൊരു എന്താ പറയുക സങ്കടമുള്ള അവസ്ഥയാണ്. കാരണം ഒരു കാര്യം നമുക്ക് ഭംഗിയായിട്ട് നടക്കുന്നില്ല. പക്ഷെ ഇപ്പം ഇവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ടും പരിധികളുണ്ടല്ലോ. അപ്പം ആ പരിധിയിൽ നിന്നുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പരമ്പരാഗത കൃഷി രീതികളും പുതിയ സാങ്കേതിക വിദ്യകളും ഒക്കെ ഒന്നിച്ച് കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നില്ലേ? എങ്ങനെയാണ് ഇത് ഒന്നിച്ച് കൊണ്ടുപോകുന്നത്? യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറില്ലേ? ആ യന്ത്രങ്ങൾ ഉപയോഗിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാക്ടർ ഇറക്കുന്നതിനോടൊരു വിരോധിയാണ് ഞാൻ. വല്ലാത്ത രീതിയിൽ മണ്ണ് മേൽമണ്ണിലേക്ക് വന്ന് അതിൻ്റെ ശരിയായ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ടില്ലർ പരമാവധി യൂസ് ചെയ്യാൻ തീരുമാനിച്ച് ഇപ്രാവശ്യം ടില്ലറിന് അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വനിതാ കൂട്ടായ്മയുണ്ട്. അതിൻ്റെ തന്നെ പാടശേഖര സമിതിയും ഉണ്ട്. അപ്പം അത് അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നത്. മാനുവലായിട്ട് ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം ആ മേൽമണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 2 അടിയോളം ഉപയോഗിക്കാന്നല്ലാണ്ട് അതിൽ കൂടുതൽ ഉപയോഗിക്കരുത് ശരിക്കും ഈ നെൽകൃഷിയിൽ. കാരണം അത്രേ ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഒരു ട്രാക്ടർ ഇറക്കുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഭൂമിനെ അപ്പാടെ മാന്തി കുഴിച്ച് നാശകോശാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചുറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനോട് യോജിക്കാതിരിക്കാനും പറ്റില്ല. നമ്മൾ മാത്രം മാറി നിന്നാൽ അത് ഒരു എന്താ പറയുക പുതിയതിനെ ഒരു സ്വീകരിക്കാത്തൊരു രീതിയാവും. പക്ഷെ അതിനെക്കൊണ്ട് വളരെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. വനിതകൾ മാത്രമുള്ള പാടശേഖര സമിതിയാണോ? അതെ. വനിതകൾ മാത്രമുള്ളത് കല്ലറപ്പായി പാടശേഖര സമിതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുപാട് കർഷകരായിട്ടുള്ള വനിതകൾ അതിലുണ്ട് അല്ലേ? കർഷകരെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ളത് ചേച്ചിമാരും ഒക്കെയാണ്. അപ്പം അടുത്തുള്ളവരെയും ചേർക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് കുറച്ചും കൂടി വിപുലീകരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ
വനിതകൾ മാത്രമല്ല പുരുഷന്മാരെയും ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഈ പുതിയ സാങ്കേതിക വിദ്യകള് മെഷീൻസ് ഒക്കെ ഒരുപാട് വന്നത് ഈ ഒരു ജോലി ഭാരം കുറയ്ക്കാൻ സഹായമായിട്ടില്ലേ നെൽകൃഷിയിൽ? ജോലിഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നെല്ല് കൊയ്തെടുക്കുന്നതിൽ തന്നെ നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ട് കൊയ്തെടുക്കുന്നതിനേക്കാൾ വളരെയധികം പാടത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് മെഷീനറി ഉപയോഗിക്കുമ്പം. അതാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും നിറയെ മുളച്ച് പൊന്തിയിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ നിവൃത്തികേടും കൊണ്ടാണ് മെഷീനറീനെ ആശ്രയിക്കുന്നത്. കാരണം തൊഴിലാളികളെ ലഭ്യതക്കുറവ് ഒന്നാമത്തെ കാരണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആരും താല്പര്യപ്പെട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ വളരെ കുറച്ച്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് മണിക്കൂറുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മെഷീനറി ആകുമ്പം വളരെ കുറഞ്ഞ സമയത്ത് ചെയ്ത് കിട്ടും. അപ്പോൾ ആരും ആ നഷ്ടം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ അവിടെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ വിളവിൽ 1/3 ഭാഗം അവിടെ തന്നെ ഇടുകയാണ് നമ്മൾ. അപ്പം അത് യന്ത്രവൽക്കരണം കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ഉപയോഗം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ശരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പാടത്ത് ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഞാൻ ഗന്ധശാലയും ജീരകശാലയും ഒക്കെ മാനുവലായിട്ട്, അതായത് തൊഴിലാളികളെ കൊണ്ട് കൊയ്തെടുത്ത് കറ്റ മെതിച്ചിട്ടാണ് ആക്കുന്നത്. പക്ഷെ അതിന് ഈ പറയുന്ന എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നമ്മൾ പ്രകൃതിയെ മഴയേറ്റ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമാണ്. മറ്റേ മെഷീനറി ആശ്രയിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ചാക്കുകളിലേക്ക് അവർ നിറച്ചിരിക്കുക. പക്ഷെ ഇപ്പോൾ ബ്ലാക്ക് റൈസ് അടക്കം ഞാൻ മെഷീനറി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം തൊഴിലാളികളില്ലല്ലോ. അപ്പോൾ തൊഴിലാളികളെ എങ്ങനെയാ കണ്ടെത്തുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഉന്നതികളിൽ വളരെ സപ്പോർട്ടായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരും ശരിക്കും പറഞ്ഞാൽ അവരെ കാലശേഷം എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം അവരെ മക്കളാരും ഇതിലേക്ക് താല്പര്യമില്ല, ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മനോഭാവം ഉള്ളവരല്ല. അപ്പം അവരെ കൊണ്ടും ഇപ്പം നമുക്ക് പോരാ. ശരിക്കും അവരും വളരെ എണ്ണത്തിൽ കുറവാണ്. അപ്പം നമ്മൾ ശരിക്കും ചേകാടി ആ ഭാഗത്തുള്ള കൗണ്ടേഴ്സ് ഉണ്ട്, അവരെ ആശ്രയിക്കാറുണ്ട്. നടീലിനും അതുപോലെ കളവറക്കലിനും ഒക്കെ അവരവിടുന്ന് വരും. അവരെ അവിടുന്ന് ഇങ്ങനെ ഏജന്റ് വർക്കായിട്ട് ഇറക്കിത്തരും. അപ്പം അങ്ങനെ ആ രീതിയിലാണ് ഇപ്പം നിലവിൽ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ നമ്മൾ വിളവെടുത്ത ഈ ഒരു നെല്ലിന് കൃത്യമായിട്ടുള്ള വില എപ്പോഴും ലഭിക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഈ സംഭരണ സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ? അത് ശരിക്കും പറയുകയാണെങ്കിൽ കർഷകരെ ഒരു വലിയൊരു സങ്കടം തന്നെയാണ്. അധ്വാനത്തിൻ്റെ ഒരു ശരിയായ രീതിയിലുള്ള മൂല്യം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാഫിയകൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കർഷകർക്ക് അത് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ വളരെ സങ്കടമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ കാലാമല്ലിഫൂല് എന്ന് പറഞ്ഞവർ ഇവിടെ ഉള്ളവരല്ല, ചാത്തമംഗലത്തുള്ളവരാണ് എടുക്കുന്നത്. അപ്പം അവർ വളരെ ന്യായമായിട്ടുള്ള രീതിയും നമ്മളെ കൃഷിയെ വളരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു മൂല്യം കണക്കാക്കിയിട്ട് തന്നെ അതിനുള്ള ഒരു വില തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു സംഭരണ സമയത്തും എങ്ങനെയൊക്കെ നമുക്കൊരു സഹായം വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു കൃഷി ഇറക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. ആ സാമ്പത്തികം ഇപ്പം നമ്മളെ കയ്യിൽ എടുക്കാനുണ്ട് എങ്കിലും, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അത് ഒതുങ്ങുന്ന കാര്യമാണെങ്കിലും ശരിയായ രീതിയിൽ ഭൂപ്രകൃതിൻ്റെ സപ്പോർട്ടും ചുറ്റുള്ള താമസക്കാരുടെ സപ്പോർട്ടും അതേപോലെ നമ്മളെ ഭരണസംഘടനേൻ്റെ സപ്പോർട്ടും ഇല്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ഇപ്പം അങ്ങനെ ഒരു ഇത് അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം തോട് നവീകരണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നമ്മളെ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് നടത്തിയ ഒരു 1.5 മീറ്ററുള്ള തോട് ഇപ്പം അവർ റോഡ് നവീകരണം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് 60 സെൻറ്റിമീറ്റർ പോലും ഇല്ല. അപ്പം മഴക്കാലം വരുമ്പം ഈ തോടിന് വെള്ളം ഒഴുകാനുള്ള സ്ഥലം ഇല്ലാതെ പാടത്തിലേക്ക് മറിഞ്ഞ് നമ്മളെ കൃഷിയിലേക്കാണ് ഈ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിന് നല്ല രീതിയിൽ പരാതി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അവർ വേണ്ട വിധത്തിലുള്ളൊരു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അതൊരാശങ്കയിലാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ കൃഷിയിൽ നിൽക്കുന്നത്. അപ്പം ഇപ്പുറത്ത് 2 വശത്തും തോടുണ്ട് പാടത്തിൻ്റെ. അപ്പോൾ ഒരു വശത്തുള്ള പാടത്തുള്ള തോട് നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പുറത്തെ തോടിലേക്ക് ഒഴുകിയിട്ട് ഇപ്പുറത്തുള്ള കലുങ്ക് ഫുള്ള് തള്ളിപ്പോയി. അപ്പം 2 ഭാഗത്തുള്ള കൃഷിക്കാരെയും
മേലെ ഭാഗം തൊട്ട് താഴെ ഭാഗം വരെയുള്ള കൃഷിക്കാരെ മുഴുവൻ ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മഴ അറിയാലോ, വെള്ളം വലിയ തോതിലുള്ള വെള്ളമാണ്. അപ്പം ഇത് മുഴുവൻ പാടത്തേക്കാണ് അടിച്ചു കയറുന്നത്. അപ്പം ഇത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടന്നതുകൊണ്ട് താഴെ ഭാഗത്തേക്ക് വെള്ളം പോകുന്നുമില്ല. വെള്ളം മുഴുവൻ മറിഞ്ഞ് ഇപ്പുറത്തുള്ള ഒരു റോഡുണ്ട് നടുക്ക്. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരു ഭാഗത്ത് വെള്ളക്കെട്ടും ഒരു ഭാഗത്ത് വെള്ളക്കുറവും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലുള്ള കൃഷിക്ക് അതൊരു വലിയൊരു ആശങ്കയായിട്ട് മാറിയിരിക്കുക. അപ്പോൾ 9 വർഷമായി നെൽകൃഷിയിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ആദ്യമൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പം വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർഷക എന്ന നിലയിൽ ഈ ഒരു കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട്, എനിക്കിതൊക്കെ സാധിക്കുമോ എന്ന് കരുതുന്നവരോട് എന്താണ് പറയാനുള്ളത്? 9 വർഷം എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതുമാത്രമല്ല, ഒരു സ്ത്രീ ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിയാലോ, ഇതില് നമ്മൾ പാടത്ത് ചെയ്യുമ്പോൾ പല രീതിയിലും പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പലതും വരും. ഇത് നമ്മളെ കയ്യിലേക്ക് തരൂ, നമ്മൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത് എന്നും, അതുപോലെ ജൈവ രീതിയിലായതുകൊണ്ട് രാസവളം ഇട്ടതിന് ശേഷം എങ്ങനെയാ കൃഷി ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ള രീതിയിലും വെല്ലുവിളികൾ നടത്തിയവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ടും അതുപോലെ സത്യസന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും. അത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളുടെ കുട്ടികളെയൊക്കെ ഈ ഒരു കൃഷിയിലേക്ക് താല്പര്യം എല്ലാവർക്കും കുറവാണല്ലോ ഇന്നത്തെ തലമുറയിൽ. അപ്പൊ അവരെ ഈ കൃഷിയിലേക്ക്, മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നിയിട്ടുള്ളത്? കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണെങ്കിൽ ആദ്യമായിട്ട് കിട്ടേണ്ടത് നമ്മൾ ചെയ്യുന്നതിനൊരു മൂല്യമാണ്. അത് നമ്മളിപ്പം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അത് കിട്ടണമല്ലോ. ഇപ്പം ഞാനിപ്പം കൃഷിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാലും, ജൈവ കൃഷിയായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാലും, ഒരു 90% ആൾക്കാർക്കും ഇതിൽ നിന്ന് ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറക്കിയ മുതൽ മുടക്ക് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളെ സാമ്പത്തികം. നെല്ല് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നത്. അപ്പം ആ രീതിയിലാകുമ്പോൾ കുട്ടികളോട് നമുക്ക് ഇതിലിറങ്ങി നിങ്ങൾ വിജയിച്ച് കാണിച്ചു തരൂ എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്. അവർ ഇപ്പം മണ്ണിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം അത് നമ്മൾ തന്നെ ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആത്മസംതൃപ്തി, അതൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നെല്ലിന് കിട്ടുന്ന മൂല്യവും അതേപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മളെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഭക്ഷണം എന്നുള്ളത് മാത്രം. അപ്പം അവരോട് ഇറങ്ങിത്തിരിക്കാൻ പറയുന്നത് മണ്ണിനെ സ്നേഹിക്കാനും പറയേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഹാരം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഈ സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുന്ന കുടുംബത്തെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഇവിടെ മാനന്തവാടി തന്നെയാണ്. ഓട്ടോമൊബൈൽ ആയിട്ട് ഭർത്താവ് KC ജ്യോതി പ്രകാശ്, മക്കള് അക്ഷയ് ജ്യോതി, ആദിത്യ ജ്യോതി. അക്ഷയ് CA ചെയ്യുന്നു, ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു മാനന്തവാടി തന്നെ. മകൻ പോളി കഴിഞ്ഞ് ഇപ്പം അച്ഛൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് സ്ഥലത്തൂടെ നെൽകൃഷി ഇറക്കാനും നല്ല രീതിയിൽ നല്ല ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായി ചേച്ചി തീരട്ടെ എന്നും ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചതിന് വളരെ നന്ദി. കൃഷി എന്നത് കേവലം ഒരു തൊഴിലല്ല, മറിച്ച് ജീവന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന് പ്രവീണ കള്ളറപ്പായിയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വനിതകൾ അപൂർവമായി മാത്രം കടന്നുവരുന്ന നെൽകൃഷി മേഖലയിൽ തന്റേതായ അടയാളം പതിപ്പിക്കാൻ പ്രവീണയ്ക്ക് സാധിച്ചത് അവരുടെ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വനിതയ്ക്കും ധൈര്യത്തോടെ മുന്നോട്ടു വരാൻ പ്രവീണ കള്ളറപ്പായിയുടെ ഈ ജീവിതകഥ വലിയൊരു ഊർജ്ജമാകും. വയൽനാടിന്റെ പച്ചപ്പും തനിമയും നിലനിർത്താൻ പ്രവീണയെപ്പോലെയുള്ള കർഷകർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ആറാട്ടുതറ സ്വദേശി പ്രവീണ കള്ളറപ്പായിയുടെ നെൽകൃഷി വിശേഷങ്ങളാണ് വയൽനാടിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ.